ആർ സനൽകുമാറിലേക്ക് പോയാൽ, അഡ്വക്കേറ്റ് ആർ സനൽകുമാർ, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു നിഗമനമുണ്ട്. അതായത് ഈ ജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചു നേടിയ ഒരു ജയം ആണ് എന്നുള്ളത്. ഫലം വന്ന് 1-2 മണിക്കൂറിനുള്ളിൽ നടത്തിയ ഒരു പ്രതികരണമാണ്. എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് ശേഷമല്ലേ അത്തരം പരാമർശങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടുള്ളൂ? സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന, അതിനെ അവമതിക്കുന്ന ഒരു പരാമർശമായി പോയില്ലേ അത്? അല്ല, അത് അങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ച് ആ ഒരു പ്രത്യേക പ്രശ്നം മാത്രമല്ലല്ലോ. ഇത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് വളരെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കുകയല്ലേ. കേരളത്തിൻ്റെ ഇന്നു വരെയുള്ള ചരിത്രത്തെ നിങ്ങൾ നോക്കൂ. വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമി, ലീഗ് പോലും അതിശക്തിയായ വിമർശനം ഉന്നയിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് നേരിട്ട് ഒരിക്കലും മുസ്ലിം ലീഗ് പോലും ഒരു മുന്നണി ബന്ധത്തിന് മൗനം സമ്മതം കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് എന്തു വിധേനയും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം. ഇവിടെ വന്നിട്ടുള്ള മൂന്നാമത് വീണ്ടും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ LDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് തടയണമെങ്കിൽ നമ്മൾ എല്ലാത്തരം ശക്തികളെയും കൂട്ടിച്ചേർക്കണം. അതിന് CPMനെ എതിർക്കാൻ കഴിവുള്ള ആരായാലും കുഴപ്പമില്ല എന്ന നിലയിൽ വർഗീയ ശക്തികളെ ചേർത്തു എന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം വന്ന വാർത്ത എന്താ? വോട്ടെണ്ണുന്നതിന് തലേദിവസം BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഇത്രയും വോട്ടല്ല കിട്ടേണ്ടത്, ഞാൻ ഇടതുപക്ഷം ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി, സ്വരാജിൻ്റെ ജയസാധ്യത തടയുന്നതിന് വേണ്ടി BJPയുടെ വോട്ടുകൾ മാറ്റി കൊടുത്തതായിട്ട് പറയുന്നു. ഇങ്ങനെ എല്ലാ നിലയ്ക്കും. അതുപോലെ SDPIയുടെ ഒരു സംസ്ഥാന നേതാവ് തന്നെ അവിടെ മത്സരിച്ചു. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറവ് വോട്ടാണ് വന്നിരിക്കുന്നത്. പാലക്കാടാണെങ്കിൽ പരസ്യമായി അവർക്ക് പിന്തുണയായിരുന്നു, ചേലക്കരയിലാണെങ്കിലും പിന്തുണയായിരുന്നു. അപ്പോൾ ഇത് എല്ലാ തരത്തിലും എങ്ങനെ ഇടതുപക്ഷത്തിന് ഏകീകരിച്ച വോട്ടുകൾ കിട്ടുന്നത് തടയാം. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിലയിരുത്തൽ നടത്തുമ്പോൾ ആ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാ വശവും പരിശോധിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പും അവസാനമല്ല. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ 100 സീറ്റിൽ ജയിക്കുമ്പോഴും ഞങ്ങൾക്ക് ഉറപ്പായും ജയിക്കാത്ത കുറേ സീറ്റുകളുണ്ട്. ആ ഉറപ്പായും ജയിക്കാത്ത സീറ്റുകൾ എങ്ങനെ ജയിക്കാം, അതിനാവശ്യമായിട്ടുള്ള ചില മാർഗങ്ങൾ ചില സമയത്ത് നോക്കും. അങ്ങനെ നോക്കിയതിൽ ഒരാൾ തന്നെയാണ് അൻവർ. പക്ഷേ അൻവറിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചതി നടന്നിട്ടുണ്ട്. ആ ചതി ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതിലെല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട്. അതിൽ വർഗീയ ശക്തികൾ വലിയൊരു പങ്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രത്യേക പ്രശ്നം മാത്രമേ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞുള്ളൂ എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ പരിശോധിക്കുന്നില്ലെന്നല്ല. തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന പ്രതിപക്ഷവുമായിട്ടായിരുന്നുവെങ്കിൽ അൻവർ ഇപ്പോഴും ഈ പടിക്ക് പുറത്ത് നിൽക്കില്ലല്ലോ സനൽകുമാർ. അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെങ്കിൽ അൻവർ എപ്പോഴേ UDF മുന്നണിക്കകത്തായേനെ. സന്ദീപ് വാര്യർ, ഈ വെൽഫെയർ പാർട്ടിയുടെ അദ്ദേഹം വെച്ച ഡിമാൻഡുകൾ ആഭ്യന്തരമന്ത്രി സ്ഥാനവും 5 MLA സ്ഥാനവും വനംവകുപ്പ് മന്ത്രിയും എല്ലാം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ കൂപ്പുകൈയോടെ പോകുന്നതെല്ലാം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കേരളീയ സമൂഹത്തിൽ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളുമുണ്ട്, അൻവറുമായി ചേർന്ന് UDF ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢ നീക്കങ്ങളുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വളരെ സുന്ദരമായ രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉറപ്പായും വീണ്ടും മൂന്നാമത് ഇടതുപക്ഷ ഭരണം വരുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് ഗ്രഹപാഠം ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി കൂടി ഈ ഫലത്തെ ഉപയോഗിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സന്ദീപ് വാര്യർ, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയതിലല്ല പ്രശ്നം. അവിടെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശമാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് കൂടി ശത്രുക്കൾക്ക് ഇട നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ പരാമർശം അത്തരത്തിലുള്ള ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് കക്ഷിയാക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയരുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ട്. അത് നിലമ്പൂരിന് പുറത്ത് കോൺഗ്രസിന് ദോഷം ചെയ്യില്ലേ? ലക്ഷ്മി, ഈ വിവാദങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിലധികം നിരവധി തവണ ചർച്ച ചെയ്ത് ചർവചർവണം ചെയ്ത് പഴകി പുളിച്ച കാര്യങ്ങളാണ്. നിലമ്പൂരിലെ ജനത വിധി എഴുതി കഴിഞ്ഞു. നിലമ്പൂരിലെ ജനതയുടെ വിധി എന്താണ്? അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖത്തുള്ള പ്രഹരമാണ്. ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ചെയ്യേണ്ടത് ഈ ജനവിധിയെ താഴ്മയായി അംഗീകരിക്കുന്നു. LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പിശകുകളുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും, തിരുത്തേണ്ടത് തിരുത്തും. അത് പറയാനുള്ള വിശാലമായ ജനാധിപത്യ മര്യാദ കാണിക്കാതെ
ഇത് സൈക്കിളുമ്പോൾ വീണ കുട്ടികളുടെ സ്വഭാവത്തിൽ ഞങ്ങൾ വീണിട്ടില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ വീണത് നാട്ടുകാർ മുഴുവൻ കണ്ടു, ഞങ്ങളൊക്കെ കൈകൊട്ടി ചിരിക്കുകയും ചെയ്തു. ഇനിയും നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് മത്സരിച്ചിട്ടാണ് ഇതുപോലൊരു പരാജയം, കനത്ത പരാജയം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ജനാധിപത്യ മര്യാദയും ഹൃദയവിശാലതയൊക്കെ കാണിക്കേണ്ട ഒരു സമയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ദിവസം പരാജയപ്പെട്ടാൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് CPM അവരുടെ പാനൽ വരുന്ന ആളുകൾക്കൊരു ട്രെയിനിങ് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. അതാണല്ലോ ജനാധിപത്യം. ആ തെറ്റുകൾ തിരുത്തുമെന്ന് അവർ പറയുന്നില്ല. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞങ്ങൾ RSSുമായിട്ട് ഒരുപാട് കാലം സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, ഞങ്ങളും RSSും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇപ്പോൾ പിണറായി വിജയൻ ഇന്നലെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയുമായി പരസ്യമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുള്ള CPMൻ്റെ നിലപാടിൽ നിലമ്പൂരിലെ കുറേ വോട്ടർമാർക്ക് പ്രതിഷേധമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാണാതെ പോകരുത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി നിരവധി RSS പരാമർശം തിരിഞ്ഞുകുത്തി എന്ന് തോന്നുന്നുണ്ടോ? ലക്ഷ്മി ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരിക്കലുമില്ല. അത് സന്ദീപ് പറഞ്ഞതുകൊണ്ടും ലക്ഷ്മി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയട്ടെ. അല്ല, സന്ദീപ് പറഞ്ഞത് ഞങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ വരുന്നവരെല്ലാം നിങ്ങൾക്ക് രണ്ടിടത്തും BJPയുടെ കൂടെ ഇരുന്നും കോൺഗ്രസിൻ്റെ കൂടെ ഇരുന്നും ഒരുപാട് പരിശീലനമൊക്കെ കിട്ടിക്കാണും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഒരേ സമയം ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കുക മാത്രമല്ല RSSൻ്റെ പരമപൂജനീയരായിട്ടുള്ളവരുടെ മുമ്പിൽ പോയി മാലയിട്ട് തൊഴുകയും ചെയ്തു. ഞങ്ങളുടെ CPMൻ്റെ ഒരു നേതാക്കന്മാർക്ക് പോലും അത്തരം പേരുദോഷങ്ങളോ അത്തരം മോശപ്പെട്ട കാര്യങ്ങളോ ഇല്ല. സന്ദീപിനാണെങ്കിൽ ഈ രണ്ടിൻ്റെ പരിചയം ഉള്ളതുകൊണ്ട് രണ്ടിനെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമായിരിക്കും. ഞങ്ങൾക്ക് അത്തരം പരിശീലനം ഒന്നും കിട്ടുന്നില്ല. ഒരു കാര്യം അങ്ങനെയല്ല. അത് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം പറഞ്ഞ കണ്ടക്സ്റ്റ് എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് RSSുമായി ചേർന്നു എന്നല്ല. നമ്മളിപ്പോൾ മനുഷ്യരാണ്. വർത്തമാനം പറയുന്നതിനിടയിൽ ഒരു സ്ലിപ്പ് ഓഫ് ടങ് പറ്റിയാൽ അതൊരു രാഷ്ട്രീയത്തിന് അതൊന്നും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതൊന്നുമല്ല. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബാധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊന്നും പരിശോധിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത് പറയുന്ന കാര്യം നമുക്ക് ഈ മതവർഗീയവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ചർച്ചയിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഒരു വിജയം UDFന് കിട്ടിയതിൽ അങ്ങനെ അതിശയിക്കാനില്ല. അതുകൊണ്ട് കേരളം മുഴുവൻ നേടി എന്ന വികാരം വേണ്ട എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ BJPയിലും കോൺഗ്രസിലും ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് വശത്തെയും അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു പറഞ്ഞല്ലോ. ശരിയാണ്, ഞാൻ BJPയിൽ ഉണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. 1969 സംയുക്ത വിധായക് ദൾ എന്നൊരു മുന്നണി ഉണ്ടായിരുന്നു. ബീഹാർ ഭരിച്ചത് ആ മുന്നണിയാണ്. ആ മുന്നണിയിൽ ഇടതുപക്ഷവും അതായത് CPIയും CPMും ജനസംഘവും ഒരുമിച്ച് ആ മുന്നണിയിലുണ്ടായിരുന്നു. പഞ്ചാബിൽ അതേ മുന്നണിയിൽ CPMൻ്റെ നേതാവായിട്ടുള്ള ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു ആ മുന്നണിയുടെ കൺവീനർ. ജനസംഘം ആ മുന്നണിയിലുണ്ടായിരുന്നു. ആ മന്ത്രിസഭയിൽ CPIക്ക് മന്ത്രി ഉണ്ടായിരുന്നു. ബംഗാളിൽ അജോയ് മുഖർജി എന്ന് പറയുന്ന ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ അന്ന് ഏക ജനസംഘം MLAയുടെ പിന്തുണ ആ സംയുക്ത വിധാൻ ദളിനാണ്. അങ്ങനെ 5ഓ 6ഓ സംസ്ഥാനങ്ങളിൽ അന്നത്തെ ജനസംഘവും, അതായത് ജനതാ പാർട്ടിയൊന്നുമല്ല, ജനസംഘവും CPMും CPIയും ഒരു മുന്നണിയായി മത്സരിച്ചിട്ടുണ്ട്. ഒരു മുന്നണിയായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അത് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ആണ്. അല്ല, അത് 77 സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ആണ്. സുഹൃത്തെ, രാമനോഹർ ലോഹിയ ഉണ്ട്, ജയപ്രകാശ് നാരായണൻ ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് വരുന്ന സംവിധാനങ്ങൾ വന്നപ്പോഴാണ്. ഞാൻ പറഞ്ഞോട്ടെ തെറ്റി. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞോട്ടെ. അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞത് 77 കാര്യമല്ല, 67 കാര്യം. ഞാൻ 77 വരുന്നേ ഉള്ളൂ. 77 ജയപ്രകാശ് നാരായൺ അടക്കമുള്ള സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റും ജനസംഘവും അല്ലെങ്കിൽ പിന്നീട് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെട്ടതും ഇടതുപക്ഷമൊക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, കേരളത്തിൽ നേരിട്ടു. പിണറായി വിജയൻ RSSൻ്റെ വോട്ട് ലഭിച്ചു. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യമാണ്. 77. ഇനി 89
VP സിംഗും അതുപോലെ തന്നെ AB ബർദാനും അതുപോലെ നിങ്ങളുടെ ഹർകിഷൻ സിംഗ് സുർജിത്തും അതുപോലെ ജ്യോതി ബാസുവും LK അദ്വാനിയും വാജ്പേയിയും ഒക്കെ ഒരുമിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കിയില്ലേ? ഒരുമിച്ച് BJP പിന്തുണയോടെ ഗവൺമെന്റ് ഉണ്ടാക്കിയില്ലേ? 2008 UPA സർക്കാരിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നില്ലേ? നിങ്ങൾ ചരിത്രത്തിന്റെ ഏതേത് ദിശാസന്ധികളാണ് ഒരുമിച്ചിരിക്കാൻ? തീർച്ചയായും കാലാകാലങ്ങളിൽ അത്തരം സഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ചരിത്രത്തിലുള്ളതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നത്, ഈ ഘട്ടത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചർച്ചയായി വരിക. എന്തൊക്കെ പരാമർശങ്ങൾ, എന്തൊക്കെ സഖ്യങ്ങൾ ഏതൊക്കെ തരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാകുക. ഒരുപാട് പാഠങ്ങൾ ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിധി നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി ആത്മപരിശോധന നടത്തുവാൻ വേണ്ടുന്ന പാഠങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ, അതിൽ പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നത് സംബന്ധിച്ച ഒരു വിശദമായ പരിശോധനയ്ക്ക്, ആഴത്തിലുള്ള ചിന്തയ്ക്ക് ഇട നൽകുന്ന ഒരു ഫലം തന്നെയാണ് നൽകിയിരിക്കുന്നത് ജനങ്ങൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ചർച്ചയ്ക്കെത്തിയ എല്ലാവർക്കും നന്ദി. അഡ്വക്കേറ്റ് R. സനൽകുമാർ, സന്ദീപ് വാര്യർ, ഒപ്പം VS മനോജ് കുമാർ, വളരെയധികം നന്ദി ചർച്ചയ്ക്ക് എത്തിയതിന്. ന്യൂസ് പ്ലസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.